കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ സംബന്ധിച്ച ഒരു ചർച്ച ചർച്ചയും ആ ഒരു പ്രമേയമാണ് ഇന്നെനിക്ക് ഞാൻ ഇന്നലെയൊക്കെ കേട്ടിരുന്നു. അപ്പം അതിനെപ്പറ്റി രണ്ട് വാക്കുകൾ എനിക്കും പരാമർശിച്ചാൽ കൊള്ളാവുമെന്ന് എനിക്ക് തോന്നി. കാരണം അംബേദ്കറുടെ എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്നൊരു വ്യക്തി എന്നുള്ള രീതിയിലും ആ സംവാദത്തിൽ എവിടെയോ ചില പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു തോന്നൽ. അതായത് അംബേദ്കറെ എങ്ങനെ വായിക്കാം എന്നുള്ളൊരു സംഭാഷണമായിരുന്നു അവിടെ നടന്നത്. കഴിഞ്ഞ മനോരമ കണ്ടക്ട് ചെയ്ത ഹോർത്തൂൺ പ്രോഗ്രാമിൽ സംവാദത്തിൽ പങ്കെടുത്ത ശ്രീജിത്ത് പണിക്കരും ശ്രീ സണ്ണി കപ്പിക്കാട്, ശ്രീ ഡോക്ടർ ശ്യാംകുമാർ മുതലായവർ പങ്കെടുത്ത ചർച്ച ചില ഭാഗങ്ങൾ ശ്ലാഘനീയമായിരുന്നു. ചില ഭാഗങ്ങൾ ഓരോരുത്തരെ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ അതിനെ ഏത് രീതിയിൽ ഏതെല്ലാം ദിശകളിലേക്ക് പോയി എന്നുള്ളത് കണ്ടുള്ളൊരു രോഷം എന്നല്ല. അത് ഏതായാലും ഡോക്ടർ ശ്രീ അംബേദ്കർ എന്ന് പറയുന്ന അംഗീകരിച്ച പൊതുജന സമക്ഷത്തിൽ ഇന്ത്യ എന്ന ഏറ്റവും വലിയ മഹാരാജ്യത്തിന് വേണ്ടി ഒരു ജനാധിപത്യപരമായിട്ടുള്ള മൂല്യമുള്ള നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി തന്ന മഹത്തായിട്ടുള്ള വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അറിവ് നോളജ് ഓഫ് ഐക്കൺ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അതും അദ്ദേഹം വന്ന വഴികളെന്ന് പറയുന്നത് ദലിത് സംസ്കാരത്തിൽ നിന്ന് ദലിത് ജീവിതത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു വ്യക്തിയുടെ ജീവിതം, വിശിഷ്ടപരമായ ജീവിതം, അതൊക്കെ എടുത്ത് കാട്ടിക്കൊണ്ടും അതിനെ പറ്റി വളരെ തെറ്റായ രീതിയിലുള്ള ബോധത്തോടുകൂടി സ്വത്വബോധമില്ലാതെ സംസാരിക്കുന്ന ചില അംബേദ്കറിസ്റ്റുകളും അതിനെ വേറെ രീതിയിൽ മാത്രം കാണുന്ന ശ്രീജിത്ത് പണിക്കരെ പോലുള്ള സംവാദകരും, അതൊക്കെ ഒരു വലിയൊരു പ്രശ്നം തന്നെ. ശ്രീജിത്ത് പണിക്കരെയും മൊത്തം ഞാൻ പറയുന്നില്ല, കുറ്റം പറയുന്നില്ല. ശ്രീ സണ്ണി കപ്പിക്കാടും അതുപോലെ ശ്രീ ഡോക്ടർ ശ്യാംകുമാർ, ഇവരൊക്കെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. പക്ഷേ ഡോക്ടർ അംബേദ്കറിൻ്റെ മൂല്യത്തെ നമ്മൾ ആരും അളക്കാനോ വായിക്കാനോ നമ്മളാരും കഴിവുള്ളവരാണോ, ഇന്ന് ജീവിച്ചിരിക്കാൻ നമ്മളൊക്കെ കഴിവുള്ളവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമാണ്. അത് അന്നത്തെ കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇത്രയോ മഹത്തായ ഒരു പുസ്തകം നമുക്കൊരു ഭരണഘടനാ സംവിധാനം എഴുതി തന്ന ആ വ്യക്തി, അതായത് ഇന്നും 100 വർഷത്തിന് ശേഷവും അതിന് യാതൊരുവിധ മാറ്റങ്ങളും സംഭവിക്കാതെ ആ നിയമപുസ്തകങ്ങൾ ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു മഹിമയുടെ ആ ഒരു ഔന്നത്യം നമ്മൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഡോക്ടർ അംബേദ്കറിനെ സംബന്ധിച്ച് അദ്ദേഹം മതം മാറിപ്പോയി എന്നുള്ളൊരു വസ്തുത ശരി, അത് തന്നെ. അദ്ദേഹം ഇസ്ലാമിക വസ്തുക്കളെ എതിർത്തുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുകൊണ്ടോ അതിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടോ അദ്ദേഹത്തെ സംബന്ധിച്ച് എല്ലാ പുസ്തകങ്ങളെയും പറ്റിയും എല്ലാ മതഗ്രന്ഥങ്ങളെ പറ്റിയും ആധികാരികമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്ന് തന്നെ നമുക്ക് അംഗീകരിച്ചേ പറ്റും. അദ്ദേഹം പോയത് എന്താണെന്ന് പറഞ്ഞാൽ ഹിന്ദു രാഷ്ട്രമായ ഇന്ത്യയിൽ നമ്മുടെ അടിസ്ഥാനപരമായിട്ട് ഇന്നിപ്പം അശോക ചക്രവും ബാക്കിയുള്ള ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വസ്തുക്കളും, അത് ബുദ്ധമതം, നമ്മുടെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ളൊരു ബുദ്ധമതം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ബുദ്ധമതത്തിലേക്ക് പോയതെന്ന് പറഞ്ഞാൽ അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് അതിലേക്ക്, കാരണം നമ്മുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഇപ്പം ഏത് മതമാണെന്ന് പറഞ്ഞാലും ഇന്ത്യ ഭാരതീയനായിട്ടുള്ള ജനിച്ചിട്ടുള്ള ആൾക്കാരുടെ പിതൃത്വം പേറുന്നത് ശരിക്കും ബുദ്ധമതം തന്നെയാണ്. ബുദ്ധമതമുണ്ട്, ജൈനമതം, അതിനകത്ത് ഏറ്റവും നിസ്തൂലം നമുക്ക് പറയാൻ പറ്റുന്ന ബുദ്ധമതം തന്നെയാണ്. അപ്പം അദ്ദേഹം ഹിന്ദുമതത്തിൽ നിന്ന് മാറി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹിന്ദുത്വത്തെ വെറുത്തുകൊണ്ടോ നമ്മളതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹം ഹിന്ദുമതത്തിലേക്ക് പോയി, അദ്ദേഹം അതിൻ്റെ സ്വത്വത്തിലേക്ക് പോയി എന്ന് മാത്രം കരുതിയാൽ മതി. അപ്പോൾ അതിനെ നമ്മൾ വാക്കുകൾ കൊണ്ട് നമുക്ക് പല രീതിയിലാണ് ഇന്നത്തെ രാഷ്ട്രീയപരമായിട്ട് മതത്തെ വിഭജിക്കാനും മതപരമായിട്ട് രാഷ്ട്രീയത്തെ വിഭജിക്കുക എന്ന താല്പര്യമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് കൂടുതൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ
നമ്മളുടെ സ്വത്വബോധം, അതായത് നമ്മുടെ ഭാരതത്തിൻ്റെ സ്വത്വബോധം ഉൾക്കൊള്ളുന്ന മതമായിട്ടുള്ള ബുദ്ധമതത്തിലേക്ക് പോയി എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പം ഇന്ത്യയിലേക്ക് കടന്നു വന്ന പല മതങ്ങളുണ്ട്. ആ മതങ്ങളിലെ ശ്രേഷ്ഠമോ അശ്രേഷ്ഠമോ ഒന്നും ഞാൻ പറയാൻ ആളും ഇല്ലാതെ പറയുന്നത് നമ്മൾ പറയുന്നത് തെറ്റാണ്. പക്ഷേ ഇന്ത്യയിലുള്ള ദളിത് ആദിവാസി വ്യക്തികളെ സംബന്ധിച്ച് അവർക്കൊരു സ്വത്വബോധം ഉണ്ട്. അത് ശ്രീ സണ്ണി കപ്പിക്കാടിനെ പോലെ ആൾക്കാർ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി, ഡോക്ടർ ശ്യാംകുമാർ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി, നമുക്കൊരു സ്വത്വബോധമുണ്ട്. കാരണം സ്വത്വബോധം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മണ്ണിൻ്റെ ഉടയരായിട്ടുള്ള ജനവിഭാഗം അവർ ദൈവത്തെ വിളിച്ചാൽ ദൈവം വെളിപ്പുറത്തെന്നാണ് അറിയപ്പെടുന്നത്. കാരണം മണ്ണിൻ്റെ അധിപരാണ് നമ്മൾ. ആ സ്വത്വബോധം നഷ്ടപ്പെട്ട് ഒരു തലമുറയിൽപ്പെട്ട ആൾക്കാർ പഠനം കൊണ്ടും ബാക്കിയുള്ള മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഇടപെടൽ കൊണ്ടോ അവരുടെ വിദ്യാസമ്പന്നതയൊക്കെ നേടി എങ്കിൽ പോലും അവരുടെ സ്വത്വബോധം നഷ്ടപ്പെട്ട് ചിന്തിക്കുന്ന ഒരു തലമുറ ഇവിടെ വാർത്തെടുക്കപ്പെട്ടതെന്നുള്ളതാണ് ഇവിടുത്തെ ദളിത് സംവിധാനത്തിൽ വന്ന ഏറ്റവും വലിയ മൂല്യച്യുതി. അത് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ചില കാര്യങ്ങളെ ശ്രീജിത്ത് പണിക്കരെ എനിക്ക് അംഗീകരിച്ചേ പറ്റൂ. കാരണം അംബേദ്കറെ സംബന്ധിച്ച് അംബേദ്കർ പല തവണയും പല മതങ്ങളെ പറ്റിയും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഞാനതിനെപ്പറ്റി വിശകലനം ചെയ്യപ്പെടുന്നില്ല. അംബേദ്കർ ചെയ്തത് വേറൊന്നും കൊണ്ടല്ല, ഇവിടുത്തെ ഹിന്ദുമതത്തിലെ മാത്രം തിന്മയെ എതിർത്തുകൊണ്ടല്ല അദ്ദേഹം പോയത് ഇവിടെ ഇന്നത്തെ ആ സമയത്ത് നിലനിന്നിരുന്ന പല മതത്തിലും, അതിലൊരു മതവും നല്ലതെന്ന് പറയുന്നില്ല, അതിനകത്ത് അന്നത്തെ സമയത്തും അല്ല സ്വത്വബോധം ഉൾക്കൊള്ളുന്ന മതം ശ്രീബുദ്ധ സ്ഥാപിച്ച ബുദ്ധമതമാണ്. ആ ബുദ്ധമതത്തിലേക്ക് അദ്ദേഹം ചേക്കേറിയെന്ന് മാത്രമേ ഉള്ളൂ അനുചരന്മാരെ കൊണ്ട്.